السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 4/8/2017 UAE ഖുതുബ പുഞ്ചിരിയെയും മുഖപ്രസന്നതയെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധമായി സംസാരിക്കുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ എന്ന ഖുർആനിക സൂക്തമാണ് ആമുഖ ആഹ്വാനം. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖ. നിന്റെ കൂട്ടുകാരന്റെ മുഖത്തു നോക്കി നീ പുഞ്ചിരിക്കുന്നത് സ്വദഖയാണ്, നീ നൽകുന്ന ദാനത്തിന്, സൽക്കർമ്മത്തിന് തുല്യമാണ്. അഥവാ നിന്റെ സഹോദരനോട് നീ കാണിക്കുന്ന മുഖപ്രസന്നതയും സന്തോഷഭാവവും നിന്റെ സ്വന്തം സമ്പാദ്യം അന്യനു വേണ്ടി ദാനമായി നൽകുമ്പോൾ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം പുഞ്ചിരി വഴി നിനക്ക് ലഭ്യമാവുകയാണ്. പ്രസന്നവദനായി തെളിഞ്ഞ മുഖത്തോടെ ആളുകളെ സമീപിക്കുന്നത് പ്രവാചകരുടെ സ്വഭാവമാണ്. പരസ്പര സ്നേഹം അത് ദൃഢപ്പെടുത്തും. ഹൃദയവിശാലതയുടെയും നൈർമല്യത്തിന്റെയും ഭാഷയാണ് പുഞ്ചിരി. സുന്ദരമായ ഉൾത്തടത്തെയും സന്തുഷ്ടമായ ജീവിതത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. ആളുകൾക്കിടയിൽ ഇഷ്ടം പരത്താനുള്ള മാധ്യമമാണത്. കാരണം പുഞ്ചിരി നമ്മെ സ്വീകാര്യനാക്കുകയാണ്. അംബിയ മുർസലുകളുടെ ചര്യയാണത്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ യാത്രാമധ്യേ ഒരു ഉറുമ്പ് തന്റെ കൂട്ടാളികൾക്ക് സുലൈമാൻ നബിയുടെ സൈന്യത്തിന്റെ ആഗമനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുഞ്ചിരിച്ചു അത്രേ. ഖുർആൻ ആ സംഭവം ഉദ്ധരിക്കുന്നത്, حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. അങ്ങനെ സുലൈമാൻ നബിയുടെ സൈന്യം ഉറുമ്പുകളുടെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ കയറിയിരിക്കുവിൻ, കടന്നിരിക്കുവിൻ. അറിയാതെ സുലൈമാൻ നബിയും സേനയും നിങ്ങളെ ചവിട്ടിയരക്കാതിരിക്കട്ടെ. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. തൽസമയം ഉറുമ്പിന്റെ സംസാരം ശ്രവിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മന്ദസ്മിതം തൂകിച്ചിരിച്ചു അത്രേ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവദാ സുസ്മേരവദനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, റഅയ്തു അഹദൻ കാന അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയോളം പുഞ്ചിരിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടേയില്ല. തന്റെ സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിക്കുവാൻ അവിടുന്ന് പുഞ്ചിരിക്കുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم بين أظهرنا إذ أغفى إغفاءة. ഒരു ദിവസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്കിടയിലായിരിക്കെ ചെറുതായൊന്നു മയങ്ങി. ثم رفع رأسه متبسما. പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് തല ഉയർത്തി. فقلنا ما أضحكك يا رسول الله. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്തുകൊണ്ടാണ് ചിരിച്ചത്? ഖാല ഉൻസിലത അലയ്യ ആനിഫൻ സൂറത്തുൻ. ഇപ്പോ ഇതാ എനിക്കൊരു സൂറത്ത് അവതീർണമായിരിക്കുന്നു, ഖുർആനിലെ ഒരു അധ്യായം അവതീർണമായിരിക്കുന്നു. എന്നിട്ട് ഫഖറഅ, പുണ്യനബി ഓതി കേൾപ്പിച്ചു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, അങ്ങേക്കു നാം കൗസർ നൽകിയിരിക്കുന്നു.
ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നാഥനു വേണ്ടി താങ്കൾ നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, താങ്കളോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവർ തന്നെയാണ് ഭാവി നശിച്ചുപോയവർ എന്ന സൂറത്തുൽ കൗസർ ഓതിക്കേൾപ്പിക്കുകയാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, അതദ്റൂന മൽ കൗസർ, നിങ്ങൾക്കറിയുമോ എന്താണ് കൗസർ എന്ന്? അവർ പ്രതികരിച്ചു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കുമാണ് അറിയുക, ഞങ്ങൾക്കറിയില്ല. പ്രവാചകർ പറഞ്ഞു, ഇന്നഹു നഹ്റുൻ വഅദനീഹി റബ്ബി അസ്സ വജൽ, അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്ത ഒരു സ്വർഗീയ നദിയാണ് കൗസർ എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അന്ത്യനിമിഷങ്ങളിൽ പോലും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പുഞ്ചിരി വിട പറയാറുണ്ടായിരുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, ഞങ്ങളെല്ലാവരും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ തിങ്കളാഴ്ച സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിൽ സ്വപ്പി കെട്ടിയിരിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റൂമിന്റെ മറ ഉയർത്തി ഞങ്ങളെ നോക്കി. ആ നേരം ആ പൂമുഖം ഒരു മുസ്ഹഫിന്റെ പേജ് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ശേഷം രോഗാതുരമായിരുന്നിട്ട് പോലും അവിടുന്ന് പുഞ്ചിരിച്ചു. മുഅ്മിനീങ്ങളെ, എന്തിനാണ് പുഞ്ചിരിക്കണമെന്ന്, മുഖം പ്രസന്നമാവണമെന്ന് നാം പറയുന്നത്? പുഞ്ചിരി സന്തോഷമാണ്, ശുഭാപ്തി വിശ്വാസമാണ്, വിജയവും പുരോഗതിയും സാക്ഷാത്കരിക്കാൻ വെമ്പൽ കൊള്ളുന്നവന്റെ ലക്ഷണമാണ്. തന്റെ വിചാരങ്ങൾ ഇതരർക്ക് പകർന്നു നൽകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും സുന്ദരമായ വദനത്തിനുടമയായിരുന്നു. ജനഹൃദയം കീഴടക്കാൻ പുഞ്ചിരിയോളം വേഗതയുള്ള മറ്റൊരു സന്ദേശമില്ല. അപരരെ ആകർഷിക്കാൻ പുഞ്ചിരിയോളം സത്യസന്ധമായ മറ്റൊരു വാചകമില്ല. പുഞ്ചിരിക്ക് ഒട്ടേറെ സാമൂഹിക ഗുണഫലങ്ങളുണ്ട്. എത്രയെത്ര അകന്നുപോയ ഹൃദയങ്ങളാണ് ഒരു പുഞ്ചിരിയുടെ നിഷ്കളങ്കതയിൽ സ്ഫുടം ചെയ്യപ്പെട്ടത്. പ്രശ്നകലുഷിതമായ എത്രയെത്ര വിവാഹ ജീവിതങ്ങളാണ് പുഞ്ചിരി വഴി സ്നേഹവും സന്തോഷവും വീണ്ടെടുത്തത്. എത്ര വ്യവഹാരങ്ങളും വ്യവസായങ്ങളുമാണ് ഉടമയുടെ പുഞ്ചിരിയാൽ പടുത്തുയർത്തപ്പെട്ടത്. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും സന്ദേശമാണ് പുഞ്ചിരി. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇദാ കുന്ത മഅന്നാസ് ഫഅലൈക ബികസ്റതി തബസ്സുമി വൽ ബശാശ, ആളുകൾക്കിടയിലാവുമ്പോൾ പുഞ്ചിരിയും പ്രസന്നതയും നീ ധാരാളമായി പ്രകടിപ്പിച്ചേ മതിയാവൂ. പുഞ്ചിരി നമുക്ക് വിശ്വാസമാർജിച്ചു തരും. നമ്മുടെ സതുദ്ദേശ്യം അപരന് വ്യക്തമാക്കി കൊടുക്കും. അവഗണിക്കാനാവാത്ത നന്മയാണ് പുഞ്ചിരി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നന്മയെയും നീ നിസാരമാക്കുകയേ ചെയ്യരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്, കൂട്ടുകാരനെ പ്രസന്നവദനത്തോടെ അഭിമുഖീകരിക്കലാണ് അതെങ്കിൽ പോലും. കാരണം സ്വന്തം സഹോദരനെ പ്രസന്നവദനായി ശോഭയുള്ള മുഖത്തോടെ കാണുമ്പോൾ അവന്റെ ഹൃദയവും ആശ്വാസം അനുഭവിക്കും, സ്വസ്ഥത കൈവരിക്കും. സ്നേഹമുള്ള കുടുംബങ്ങളിൽ മക്കളുടെ മുഖത്ത് പുഞ്ചിരി വിരിയും. ആ പുഞ്ചിരി കെടാതെ നിലനിൽക്കാൻ കുടുംബം ബദ്ധശ്രദ്ധ പുലർത്തും. ഉമ്മയോടും ഉപ്പയോടും നാം പുഞ്ചിരിക്കണം. വല്യമ്മയോടും വല്ലിപ്പയോടും അത് വേണം. ജ്യേഷ്ഠനോടും അനിയനോടും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഹൃദയം കൊണ്ട് പുഞ്ചിരിക്കണം. അങ്ങനെ സന്തുഷ്ട കുടുംബം രൂപം കൊള്ളും. ഇഷ്ടവും സ്നേഹവും കാരുണ്യവും അനുകമ്പയും ആ കുടുംബത്തിന് കൂടെയൊരുക്കും. വിശുദ്ധ ദീനുൽ ഇസ്ലാം ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പുഞ്ചിരിയും മുഖപ്രസന്നതയും ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തന്റെ അനുചരന്മാരോട് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദാ പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, മാ റആനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംത് ഇല്ലാ തബസ്സമ ഫീ വജ്ഹി. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
എന്നെ എപ്പോൾ കാണുമ്പോഴും എന്നോട് പുഞ്ചിരി തൂകാറുണ്ടായിരുന്നു. കൂട്ടുകാരോടും കുടുംബക്കാരോടും നാം പുഞ്ചിരിക്കണം. അയൽവാസികൾ തമ്മിലും സഹപ്രവർത്തകർ തമ്മിലും മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരോടും തന്റെ സേവനം കാത്തിരിക്കുന്നവരോടും അധ്യാപകൻ വിദ്യാർത്ഥികളോടും പുഞ്ചിരിയോടെ നിർമ്മല ഹൃദയത്തോടെ പെരുമാറണം. സ്വന്തം അധ്യാപകന്റെ പുഞ്ചിരി എത്രയെത്ര വിദ്യാർത്ഥികളെയാണ് പ്രഗത്ഭരും ഉന്നത സ്ഥാനീയരുമാക്കിയത്, രാജ്യസേവനത്തിന്റെയും സാമൂഹിക ധർമ്മത്തിന്റെയും വക്താക്കളാക്കിയത്. ഇതെല്ലാം കേവല ജീവിത ഗുണമെന്നതിലപ്പുറം സ്വതഖയാണ്, പുണ്യകർമ്മമാണ്, പ്രതിഫലം അള്ളാഹു നൽകുന്ന ഉത്തമ കാര്യമാണ്. സ്വസ്ഥതയും സുസ്ഥിരതയും സമാധാനവും കളിയാടാൻ ഇത് വഴിയൊരുക്കും. നാഗരികമായി ഉയർന്ന സമൂഹത്തിന്റെ ലക്ഷണമാണത്. നല്ല മനസ്സും ഉയർന്ന സ്വഭാവ ഗുണങ്ങളും നാം എത്ര കണ്ട് പുരോഗതിപ്പെട്ടു എന്നതിനെയാണ് തെളിയിക്കുന്നത്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു സൽസ്വഭാവത്തെ ഇങ്ങനെയാണ് വിശദീകരിച്ചത്: ഹുവ ബസ്തുൽ വജ്ഹി വബദ്ലുൽ മഅറൂഫ് വകഫുൽ അദാ. സൽസ്വഭാവം എന്നാൽ മുഖപ്രസന്നതയാണ്, നന്മ ചെയ്യലാണ്, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കലാണ്. മുഅ്മിനീങ്ങളെ, പുഞ്ചിരി ഏറെ ശ്രേഷ്ഠമായ കർമ്മമാണ്, ഉന്നതമായ സ്വഭാവ ഗുണമാണ്. ഏറ്റവും പുണ്യകരവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ സ്വഭാവം ഇതരന് നാം പകുത്തു നൽകുന്ന സന്തോഷമാണ്, അവന്റെ ഹൃദയത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുന്ന ആനന്ദമാണ്. സാധാരണക്കാരന്റെയും തൊഴിലാളിയുടെയും അനാഥരുടെയും വിധവകളുടെയും ആലംബഹീനരുടെയും സഹായത്തിന് കൈനീട്ടാൻ, അവരുമായി ഹൃദയബന്ധം പുലർത്താൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.